20 മണിക്കൂർ പിന്നിട്ടിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ ആന്ധ്രാപ്രദേശിലെ ONGC എണ്ണക്കിണറിലെ തീപിടുത്തം. വാതക ചോർച്ച തുടരുകയാണ്. പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ്, തീ പടരാൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. ഈ തീയുടെ വല്ലാത്ത നിപ്പ് കണ്ട. അപ്പോൾ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ എന്താണ് പ്ലാൻ, മനേഷ്? അശ്മി, 20 മണിക്കൂറായി. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഈ ഒരു ബ്രേക്ക് ഉണ്ടാകുന്നത്. അത് ONGC പൈപ്പിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. അതിനിടെയാണ് വാതകച്ചോർച്ച ഉണ്ടാകുന്നതും തീ പിടിക്കുന്നതും. ആദ്യം ഗ്യാസ് ആയിരുന്നു ചോർന്നതിന് ശേഷം അതിനൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ കൂടി ചോരുന്ന ഒരു നിലയുണ്ടായി. അതാണ് വലിയ തോതിലുള്ള തീപിടുത്തത്തിലേക്ക് നയിച്ചത്. എന്തായാലും അവിടെ ഇന്നലെ ആ ഒരു സമയം മുതൽ ഏകദേശം ഉച്ച മുതൽ തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും ഒക്കെ വലിയ തോതിൽ ഈ തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പൈപ്പില് ചോർച്ച അടയ്ക്കാത്ത ഒരു നിലയുണ്ട്. അത് തന്നെയാണ് ഈ തീ വ്യാപകമായ തോതിൽ പടരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ആദ്യം തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ മാത്രമേ അവിടെ പൈപ്പിനകത്തുള്ള അല്ലെങ്കിൽ ഈ ഒരു അറ്റകുറ്റപ്പണികൾ നടത്തി ആ പൈപ്പിന് വാതക ചോർച്ച തടയാൻ സാധിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും അധികം സമയമായി. പക്ഷേ ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല ആ സ്ഥലത്തുള്ള ഇടത്തുള്ള ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 11 വർഷം മുമ്പ് സമാനമായ ഒരു അപകടം അവിടെ ഉണ്ടാവുകയും 22 പേർ മരിക്കുകയും ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം വളരെ സശ്രദ്ധം തന്നെയാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത്. എന്തായാലും നിരവധി ഇടങ്ങളിൽ നിന്ന് എത്തിയ അഗ്നിരക്ഷാ സേനയും അതുപോലെ തന്നെ ഫയർ സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അശ്മി, ഇത് വലിയ തീപിടുത്തമാണല്ലോ മനേഷ്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള മുൻകരുതൽ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമമാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ONGC എഞ്ചിനീയേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൈപ്പിലുള്ള ലീക്ക് അടയ്ക്കണം. ആ ലീക്ക് വാതകം ചോരുന്നത് നിർത്തിയെങ്കിൽ മാത്രമേ ഈ അല്ലെങ്കിൽ ഈ തീ പടരുന്നത് തടയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ആദ്യം തീ അണയ്ക്കണം. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ മാത്രമേ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കൂ എന്നൊരു വലിയ പ്രതിസന്ധിയാണ് നിലവിൽ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ തീ അണയ്ക്കുക എന്നുള്ളതാണ് ആദ്യം. മാത്രമല്ല ഇത് മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടിയുണ്ട്. അത് അഗ്നിരക്ഷാ സേനയും ഈ പറഞ്ഞ ONGC എഞ്ചിനീയേഴ്സും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് എന്തായാലും നിലവിലവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 20 മണിക്കൂറായി. അതായത് ഗ്യാസിനൊപ്പം തന്നെ ക്രൂഡ് ഓയിലും കൂടി ലീക്ക് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് വളരെ വേഗത്തിൽ ഈ തീ പടരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒതുക്കിയിട്ടുണ്ട്. ആ ഒരു മേഖല പൂർണ്ണമായും തന്നെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നിലവിൽ അവിടെ നടക്കുന്നത്. വലിയ തോതിലുള്ള തീ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുള്ള ഗ്യാസിനൊപ്പം ക്രൂഡ് ഓയിലും കൂടി ലീക്കാവുന്ന ഒരു നിലയുണ്ട്. എന്തായാലും ശ്രമം തുടരുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്, ONGC എഞ്ചിനീയേഴ്സ് ഉണ്ട്. എല്ലാവരും ചേർന്ന് സംയുക്തമായി അവിടെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുക, ഗ്യാസ് ചോർച്ച തടയുക തുടങ്ങിയ ശ്രമങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.